ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി PSC. നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമില്ലേ, നമുക്ക് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളത് എന്ന്. നമുക്ക് പലപ്പോഴും ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ 2011 ശേഷമോ 2021 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് പലരും ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. നമുക്ക് എവിടെയാണ് പഠിക്കേണ്ടതെന്ന് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് PYQ എടുക്കുകയാണ്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മളതിൻ്റെ ആൻസറൊക്കെ ഒന്ന് നോക്കി എവിടെ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ല, ഓപ്ഷണൽ ടൈപ്പാണ്. അതായത് നമുക്കൊരു 5 പേരുടെ പേര് തന്നിട്ടുണ്ട്, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കിങ്ങനൊരു ചോദ്യം വരുമ്പം നമ്മൾ ആദ്യം തന്നെ ഇതെന്താണ് ഇതിൻ്റെ പ്രോപ്പർ ചോദിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നോക്കണം. ഏതെങ്കിലും ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇങ്ങനെ ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചോദിക്കാം. ആ ഇവൻ്റ് എന്താണ്? ഇവിടെ നമുക്ക് വൃത്തിയായിട്ട് കാണാം. വൈക്കം സത്യാഗ്രഹം. വിച്ച് അമോങ് ദ ഫോളോയിങ് വേർ ദ ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് ഓഫ് ദ വൈക്കം സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് ഈ 5 പേരിൽ? ഇതാണ് നമ്മുടെ ചോദ്യം. പേരുകൾ വന്നിട്ടുണ്ട്. TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളി, CV കുഞ്ഞിരാമൻ. നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട് 1, 2, 3, 1, 2, 4, 5, 1, 3, 4, 5, all of the above. ഓക്കെ, നമുക്കതിൻ്റെ മലയാളം കൂടി ഒന്ന് നോക്കാം. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സോഴ്സിലോട്ട് ആദ്യം പോകാം. നമുക്ക് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും റിലയബിളായിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് A. ശ്രീധരമേനോൻ്റെ ദ സർവേ ഓഫ്, അല്ലെങ്കിൽ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി. എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന, കയ്യക്ഷരമൊക്കെ മോശമാണ്, ഒന്ന് ക്ഷമിച്ചേക്കുക. സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇതിൻ്റെ മലയാളമുണ്ട്, കേരള ചരിത്രം എന്ന് തന്നെയാണ്. നമ്മൾ ഡിഗ്രി തല എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് തന്നെ എടുത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്ക് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മലയാളം ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ തർജ്ജമ കുറച്ചൊക്കെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ മലയാളത്തിൻ്റെ പുസ്തകം കൂടെ നമുക്ക് നോക്കാം. ഏതായാലും നമുക്ക് A. ശ്രീധരമേനോൻ്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ആധാരമാക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഏതാണ്ട് ഒരു 80% ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ബാക്കിയുള്ള 20% നിങ്ങൾ എന്ത് ചെയ്യും? ഈ A. ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ 6ാം ക്ലാസ്സിലെയും അതേപോലെ തന്നെ 8ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസിൻ്റെ പുസ്തകങ്ങളിലുണ്ട്. നമുക്ക് ആകെ 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ, അത് നമുക്ക് പഠിക്കാം. കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നിനകത്ത് നമുക്ക് നവോത്ഥാന നായകന്മാരെക്കുറിച്ചും മറ്റേതിനകത്ത് നമുക്ക് മാർത്താണ്ഡവർമ്മയും കേരളത്തിൻ്റെ കുറച്ച് എന്താ പറയുന്നത് ഈ തിരുവിതാംകൂറിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. അതോടൊപ്പം നമുക്ക് റാൻഡമായിട്ട് നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്ന റാങ്ക് ഫയലുകളിലൊക്കെ വായിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസും, അതുകൂടാതെ നമ്മുടെ വിക്കിപീഡിയ പോലെയുള്ള ചില വെബ്സൈറ്റുകളിലൊക്കെ കാണുന്ന ഇൻഫർമേഷൻസും വെച്ചിട്ടാണ് ബാക്കി 20% ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് 1924-25 കാലഘട്ടത്തിൽ കേരളത്തിനെ പിടിച്ചുകുലുക്കിയ വലിയൊരു സമരമായിരുന്നു. ഈ സമരം തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിൻ്റെ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ്. അന്നത്തെ കാലത്ത് ഈ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടമാണ്. ക്ഷേത്രങ്ങളുടെ ചുറ്റിനും ഉള്ള റോഡുകളിലൂടെ യാത്രാ സ്വാതന്ത്ര്യം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് നൽകിയിരുന്നില്ല. അതേപോലെ തന്നെ ക്ഷേത്ര പ്രവേശനത്തിനുള്ള അവകാശവും നൽകിയിരുന്നില്ല. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു അടിസ്ഥാന ആശയം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയമാണെങ്കിൽ കൂടി TK മാധവനാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ A. ശ്രീധരമേനോൻ്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററിയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളി, CV കുഞ്ഞിരാമൻ എന്നിവരെ നമുക്ക് കാണാൻ സാധിക്കും. അഡീഷണലായിട്ട് KK കേളപ്പൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിക്കേ, ഇതേ ഓർഡറിൽ തന്നെയല്ലേ നമ്മുടെ ചോദ്യവും വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ സാധനത്തിൽ നിന്ന് അല്ലെങ്കിൽ എ ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ നിന്നല്ലേ ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അക്കാഡമിക്കലായിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുസ്തകം എന്നാ നോക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാ പേരുകളും നമുക്കിവിടെ കാണാം. സോ ഓൾ ഓഫ് ദ എബോ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നമുക്കൊരു വെറുതെ ഒരു കാണാൻ വേണ്ടി നമ്മുടെ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമ്മുടെ SCERT കേരള SCERT പുസ്തകത്തിൽ സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 8 നമുക്ക് കാണാം വൈക്കം സത്യാഗ്രഹത്തിൽ ഏതാനും ചിലരുടെ പേരുണ്ട്, മുഴുവൻ പേരുകളുമില്ല. TK മാധവൻ, കേളപ്പൻ, KP കേശവമേനോൻ എന്നിവ 3 പേരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഇടപെടലുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മൊത്തത്തിൽ കോംപ്രഹെൻസീവായിട്ട് കൊടുത്തിരിക്കുന്നത് സർവേ ഓഫ് കേരള ഹിസ്റ്ററിയിലാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോ ആണ്. ഇവരെല്ലാം ഉണ്ട്. ഇതേ ഓർഡറിൽ തന്നെയാണ് ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഓർത്തണം. അപ്പോൾ ആ പുസ്തകമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് ഇൻ കേരള ഈസ് ഇൻകറക്റ്റ്? അപ്പോൾ നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 056/2025 ആയിരുന്നു. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ MCQ ആണ്. സിമ്പിൾ MCQ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യവും 4 ഓപ്ഷൻസും ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ SNDP യോഗം വാസ് ഫോംഡ് ഇൻ 1903 അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് ശ്രീനാരായണ ഗുരു. B. The സാധുജന പരിപാലന സഭ വാസ് ഫൗണ്ടഡ് ബൈ ഡോക്ടർ പത്മനാഭം പൽപു ഇൻ 1905. മൂന്നാമത്തേത് യോഗക്ഷേമ സഭ വാസ് ഫൗണ്ടഡ് ഇൻ 1908. നാലാമത്തേത് ദ NSS വാസ് ഫൗണ്ടഡ് ഇൻ 1914 ബൈ മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളൊരു ചോദ്യത്തിൽ നോക്കിക്കോണം. ഇത് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ കറക്റ്റ് ഇൻകറക്റ്റ് എന്ന് പറയുന്നൊരു കീവേഡ് നോക്കിയിരിക്കണം. നമുക്ക് അതിൽ നിന്ന് മാത്രം പലപ്പോഴും 2-3 മാർക്കുകൾ വ്യത്യാസം സാധാരണ നമ്മളിങ്ങനെ ശ്രദ്ധയില്ലാതെ വെറുതെ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണെങ്കിലും പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നമ്മൾ പ്രത്യേകം നോക്കണം. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം, ദ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, സാമൂഹ്യ പരിഷ്കരണത്തിലെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. SNDP യോഗം 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ഓസ്പീഷ്യലാണ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയുടെ പേര് ഡോക്ടർ പൽപു എന്നാണ്. അതിൻ്റെ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. റൈറ്റ് ആൻസറാണ്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ യോഗക്ഷേമ സഭ വാസ് ഫൗണ്ടഡ് ഇൻ 1908. അതും ശരിയാണ്. ദ NSS വാസ് ഫൗണ്ടഡ് ഇൻ 1914 ബൈ മന്നത്ത് പത്മനാഭൻ. അതും ശരിയാണ്. സോ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സാധുജന പരിപാലന സഭ വാസ് ഫൗണ്ടഡ് ബൈ ഡോക്ടർ പത്മനാഭൻ പൽപു എന്നാണ്. നിങ്ങൾ പലർക്കും ഇത് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അയ്യങ്കാളി സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷനാണ്. നമുക്ക് മലയാളത്തിലും അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ച്. ഇവിടെ നമ്മൾ നോക്കി സാമൂഹിക മതനവീകരണ പ്രസ്ഥാനം എന്നുള്ളതല്ല, നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള തർജ്ജമയിലേക്ക് വരുമ്പോഴത്തേക്ക് സാമൂഹിക പരിഷ്കരണം എന്നങ്ങ് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ തർജ്ജമയിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണമെന്നൊക്കെ പറയുന്നത്. എന്തായാലും നോക്കിയേ, 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1905 ഡോക്ടർ പൽപു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. നമുക്കതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ സാധുജന പരിപാലന സഭ വാസ് ഫൗണ്ടഡ് ബൈ ഡോക്ടർ പൽപു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് നമ്മുടെ ആൻസർ. ബാക്കിയുള്ള 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളതല്ല നമ്മൾ ചോദിച്ചത്. നോക്കിയേ, 1907 സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത് ദളിത് കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്, ഡോക്ടർ പത്മനാഭൻ പൽപു അല്ല. ഓക്കെ, ഇനി ഡോക്ടർ പൽപു എന്തിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്? ഈഴവ കമ്മ്യൂണിറ്റിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് SNDP യോഗത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില ഓർഗനൈസേഷൻസും കൂടെ ഞാൻ എക്സ്ട്രാ ഒന്ന് പറഞ്ഞേക്കാം. ബ്രഹ്മനിഷ്ഠമറ്റം, അതേപോലെ തന്നെ ഓൾ ട്രാവൻകൂർ പുലയ മഹാസഭ, ഈ 2 ഓർഗനൈസേഷൻസും നമ്മുടെ അയ്യങ്കാളി ഓർഗനൈസ് ചെയ്തതാണ്. ഇപ്പോൾ ബ്രഹ്മനിഷ്ഠമറ്റം എന്ന് പറയുന്നത് നമ്മുടെ സാധുജന പരിപാലന സഭയുടെ മുൻപ് സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ, ഈ ഓൾ ട്രാവൻകൂർ പുലയ മഹാസഭ ഈ തിരുവിതാംകൂറിലെ ദളിത് സമൂഹത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇതിന് ശേഷം രൂപീകരിച്ചാണ്. ഇനി ഡോക്ടർ പൽപൂസ് ഓർഗനൈസേഷൻസ് നമുക്ക് നോക്കാം.
ഈഴവ സഭ അല്ലെങ്കിൽ ഈഴവ മഹാജനസഭ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനാണ്. ഇതുകൂടാതെ അത് നമ്മുടെ SNDPയുടെ ഒരു ആദിമ രൂപമായിരുന്നു. പിന്നീട് അത് SNDP ആയിട്ടൊക്കെ മാറുന്നുണ്ട്. ഇനി 1896 ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പെറ്റീഷൻ അന്നത്തെ നമ്മുടെ രാജാവിന് മുൻപിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഡോക്ടർ പത്മനാഭൻ പൽപ്പുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉത്തരത്തിൽ എവിടെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ 6ാം ക്ലാസ്സിലെ SCERTയുടെ ടെക്സ്റ്റിലുണ്ട്, അത് 8ാം ക്ലാസ്സിലെ SCERTയുടെ ടെക്സ്റ്റിലുണ്ട്, അത് 8ാമത്തെ ചാപ്റ്ററിൽ അത് സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം കേരളത്തിൻ്റെ മാറ്റങ്ങൾ, സാമൂഹ്യ പരിഷ്കരണം അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ആ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 2023 ചോദിച്ചൊരു ചോദ്യമാണ്. 031 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ. ഫാക്ട്സ് റിലേറ്റഡ് ടു മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് കറക്റ്റാണോ ഇൻകറക്റ്റാണോ ചോദിച്ചിരിക്കുന്നത് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് പറയുന്നില്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് മനസ്സിലായി. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ സ്പെസിഫിക് ടോപ്പിക് ആരാണ്? മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. 1, 2, 3, 4. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകാം. ഡ്യൂറിങ് മാർത്താണ്ഡവർമാസ് പീരീഡ് the Madambimar had established them as a powerful force the public life of the state and they were supported by Yogakar. അടുത്ത് നോക്കിയേ, പോയിറ്റ്സ് ലൈക്ക് രാമപുരത്ത് വാര്യർ ആൻഡ് കുഞ്ഞൻ നമ്പ്യാർ കെയിം ടു അഡോൺ ദ കോർട്ട്. മാർത്താണ്ഡവർമ്മയുടെ രാജകൊട്ടാരത്തിൽ രാമപുരത്ത് വാര്യരും കുഞ്ഞൻ നമ്പ്യാരും വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ലാൻഡ് അണ്ടർ ദ മെയിൻ ഹെഡ്സ് ഓഫ് ദ ദേവസ്വം, ബ്രഹ്മസ്വം, ധനം ആൻഡ് പണ്ടാരം വക വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മല്ലൻ ശങ്കരൻ. അടുത്ത് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ മണ്ഡപത്തും വാതുക്കൽ വിച്ച് വാസ് അണ്ടർലേ കാരിക്കാർ who was prototype of the modern തഹസിൽദാർ. നമുക്ക് മലയാളം ഒന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി, സംസ്ഥാനം എന്നുള്ളത് നമ്മൾ രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തർജ്ജമയിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇംഗ്ലീഷാണ് വായിക്കേണ്ടത്. വലിയ ശക്തിയായി പ്രാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. രാമപുരത്ത് വാര്യർ, കുഞ്ഞൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി എന്ന് പറയുമ്പോൾ, കൊട്ടാരം അലങ്കരിക്കാൻ എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലിറ്ററലായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണിത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമപുരത്ത് വാര്യരും കുഞ്ഞൻ നമ്പ്യാരും മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിലെ കവികളായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മല്ലൻ ശങ്കരൻ എന്ന് പറയുന്ന മന്ത്രി ഈ രാജ്യത്തിലെ ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചു. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാർമാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതും നമ്മൾ തർജ്ജമയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാക്കാം. അതായത് കുറേയേറെ നമ്മുടെ ഈ മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. കുറച്ച് ഗ്രാമങ്ങൾ ചേർത്ത് അത് മണ്ഡപത്തും വാതുക്കൽ എന്നുള്ള പേര് കൊടുത്തു. അത് ഇന്നത്തെ തഹസിൽദാർമാരുടെ സ്ഥാനത്തിൻ്റെ ഒരു ആദ്യ രൂപമായിരുന്നു. ഇതാണ് ഈ ചോദ്യത്തിൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് തന്നെ പഠിക്കുക, ഇംഗ്ലീഷ് തന്നെ വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം മലയാളത്തിലേക്ക് പോവുക. ഇതുപോലെയുള്ള ട്രാൻസ്ലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനായി പോകും. അപ്പോൾ നമുക്ക് ഇതിനകത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണെന്ന് കാണാം. കാരണം 4 കാര്യങ്ങളും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് ആദ്യം ഇതിൻ്റെ റെഫറൻസിലേക്ക് പോകാം. ഇത് കണ്ടോ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ലാൻഡ് അണ്ടർ ദ മെയിൻ ഹെഡ്സ് ഓഫ് ദ ദേവസ്വം, ബ്രഹ്മസ്വം, ധനം, പണ്ടാരം വക. ഈ ഒരു കാര്യം നമുക്ക് അങ്ങനെ പുസ്തകങ്ങളൊന്നും കാണുന്നില്ല. ഇത് നമ്മൾ സാധാരണ റാങ്ക് ഫയലുകളിലും മറ്റു കാര്യങ്ങളുമായിട്ട് ജനറലായിട്ട് മനസ്സിലാക്കുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഈ വിക്കിപീഡിയ പോലെ എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ്. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. മാർത്താണ്ഡവർമാസ് പീരീഡ് പിള്ളമാർ ദ മാടമ്പിമാർ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ദം ആസ് എ പവർഫുൾ ഫോഴ്സ് ദ പബ്ലിക് ലൈഫ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദേ വെയർ സപ്പോർട്ടഡ് ബൈ ദ യോഗക്കാർ. ഇത് നമ്മുടെ ശ്രീധര മേനോൻ്റെ പുസ്തകത്തിലെ ഡയറക്റ്റ് എടുത്തിരിക്കുന്ന ഒരു റെഫറൻസ് ആണ്. ശ്രീധര മേനോൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ മാടമ്പിമാർ അതുപോലെ തന്നെ നാടുവാഴികൾ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ മാർത്താണ്ഡവർമ്മ ഭരണം ഏൽക്കുന്നതിന് തൊട്ടു മുൻപ് വേണാടിൽ അവരുടെ ഭരണം കയ്യാളിയിരുന്നു. നമ്മുടെ രാജാവിന് പോലും
ഒരു കൃത്യമായി അധികാരം സ്ഥാപിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ശക്തരായിരുന്നു ഈ നാടുവാഴികളും അതേപോലെ തന്നെ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരും. അപ്പം ഇവർ 8 വീട്ടി പിള്ളമാരാണ് അതിന് നേതാക്കന്മാർ. അതുകൂടാതെ യോഗക്കാർ എന്ന് പറഞ്ഞ ബ്രാഹ്മണരുടെ ഒരു 8 പേരുടെ ഗ്രൂപ്പ്, 8 യോഗം എന്ന് പറയും, 8 ബ്രാഹ്മണ ഗ്രൂപ്പിൻ്റെ ഒരു അധികാരമുണ്ട്. ഈ യോഗക്കാരും പിള്ളമാരും കൂടെ ചേർന്നിട്ട് വലിയൊരു ശക്തിയായിട്ട് നിന്നു. അവർ വേണാട് രാജാവിൻ്റെ അധികാരത്തെ പോലും അണ്ടർമൈൻ ചെയ്തു. ഈ അധികാരം തകർത്തുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ മുഴുവനായിട്ട് തൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നത്. അവിടെ ഒരു രാജാവിൻ്റെ കേന്ദ്രീകൃത ഭരണം അവിടെ നടപ്പിലാക്കുന്നു. അങ്ങനെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ തകർത്തുകൊണ്ട് മാർത്താണ്ഡവർമ്മ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭരണം നടത്തുന്നു. അതിൽ പിള്ളമാരെയും മാടമ്പിമാരെയും തകർത്തു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ആദ്യ കാലഘട്ടത്തിലെ ഒരു സാഹചര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിന് പരിഹാരമായിട്ടാണ് ഇവരെ തകർക്കുന്നത്. ഇനി ഇവരെ തകർത്ത് കഴിഞ്ഞതിന് ശേഷം ഭൂമിയിൽ ഇവരുടെ അധികാരമെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ കുറച്ച് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പുള്ളി ഒരു ഭരണ പരിഷ്കാരം നടത്തി. ഗ്രാമങ്ങൾ ചേർത്ത് ഒരൊറ്റ ഗ്രൂപ്പാക്കി. അതിനെയാണ് മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുക. അതിൻ്റെ തലവന്മാരാണ് കാരിക്കാർ. ഇതാണ് പിൽക്കാലത്ത് നമ്മുടെ കേരളത്തിൽ തഹസിൽദാർമാർ എന്ന് പറയുന്ന സ്ഥാനവും താലൂക്ക് എന്ന് പറയുന്ന രീതിയായിട്ട് പിൽക്കാലത്ത് മാറുന്നത്. മണ്ഡപത്തും വാതുക്കൽ താലൂക്കായി, കാരിക്കാർ തഹസിൽദാർമാരായിട്ട് മാറി. അപ്പോൾ അതും ശരിയാണ്. ഇനി നോക്കിയേ, ഈ പിടിച്ചെടുത്ത ഈ സ്ഥലം ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം ഈ ഭൂമിയെ, ഇപ്പം നാടുവാഴികളൊന്നും ഇല്ലല്ലോ, നാടുവാഴികളും മാടമ്പികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഭൂമിയെ കൃത്യമായിട്ട് ഒന്ന് റവന്യൂ അനുസരിച്ച്, അതായത് ഇതിൻ്റെ നികുതി അനുസരിച്ച് ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി മല്ലൻ ശങ്കരൻ, റവന്യൂ മന്ത്രിയായിരുന്ന മല്ലൻ ശങ്കരൻ തീരുമാനിച്ചു. അദ്ദേഹം ദേവസ്വം, ബ്രഹ്മസ്വം, ധനം, പണ്ടാരം വക എന്നീ 4ആയിട്ട് ഭൂമിയെ തിരിച്ചു. ദേവസ്വം എന്ന് പറയുന്നത് ക്ഷേത്രം വകയാണ്. നമ്മുടെ ഇവിടെ യോഗക്കാരുടെ കീഴിലുള്ള സ്വത്താണിത്. ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ ഒരു സ്വന്തം അധികാരത്തിലുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ ദേവസ്വം എന്ന് പറയുന്നത് യോഗക്കാരുടെ കീഴിലുള്ളതായിരുന്നു. അതൊക്കെ എടുത്തു മാറ്റി ഇപ്പോൾ രാജാവിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ദേവസ്വം എന്ന് പറയുന്ന ഒരു പേരിൽ ക്ഷേത്രം വക സ്വത്തുക്കൾ വന്നു. ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ ഒരു സ്വത്തുക്കളാണ്. ദാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ദാനം കൊടുത്ത ഒരു എന്താണ് ലാൻഡ് എന്നുള്ള അർത്ഥത്തിലാണ്. പണ്ടാരം വക എന്ന് പറയുന്നത് രാജാവിൻ്റെ നേരിട്ടുള്ള കീഴിലുള്ള കുറച്ച് ഭൂമിയാണ്. ഇവിടെ ചിലപ്പം ഈ കുടിയാന്മാർക്ക് വന്ന് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ റവന്യൂ കാര്യങ്ങളും ഒക്കെ രാജാവിനാണ് കിട്ടുന്നത്. അപ്പം ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഇനി രാമപുരത്ത് വാര്യരും കുഞ്ഞൻ നമ്പ്യാരും, അതും നമ്മുടെ ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവർ 2 പേരുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ, അത് നമ്മുടെ തിരുവനന്തപുരം അല്ല, കന്യാകുമാരിക്കടുത്തുള്ള പത്മനാഭപുരം കൊട്ടാരത്തിൽ പ്രധാനപ്പെട്ട 2 കവികളായിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഫാക്ട്സ് റിലേറ്റിംഗ് ടു ദ ഡച്ച് ഇൻ കേരള. നമ്മുടെ പോർച്ചുഗീസുകാർക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിയ 2ാമത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു ഡച്ചുകാർ. ഡച്ചുകാരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾക്കാരാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡച്ചുകാരെക്കുറിച്ചാണ് ചോദ്യം. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഇൻ 1643 fresh treaties concluded between the Dutch on the one side and the Rajas of the Purakkad and Kayankulam on the other side. The Cochin Raja accepted Dutch suzerainty and undertook to deliver to the Dutch all the cinnamon and pepper produced in his country. 3ാമത്തെ statement: the religious policy of the Dutch was liberal and tolerant, unlike that of the Portuguese. 4ാമത്തെ statement: the Governor General in Council at Goa was in overall charge of Dutch territories in East. മലയാളത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. ഓക്കെ, അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 1643 കൂടി അവർ പുതിയ ചില ഉടമ്പടികളിലേക്ക് വന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തൻ്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അതും ശരിയാണ്. ഏതാണ്ട് 1663 കൂടിയാണ്. ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടേതിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയുള്ളതുമായിരുന്നു. ഓക്കെ,
ഗോവയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാലാമത്തെ ചോദ്യം ചിലപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഗോവയിലുള്ള ഡച്ചുകാരുടെ ഗവർണറാണ് ഈ ഇന്ത്യയിലെ ഡച്ചുകാരുടെ പ്രദേശങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പുറക്കാട് രാജാവും കായംകുളം രാജാവും ആയിട്ട് ഡച്ചുകാർ ഒരു ട്രീറ്റി, ഒരു സന്ധി ഒപ്പുവെച്ചു 1643. ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1620 30 ആ ഒരു ടൈമിൽ പതിയെ ഡച്ചുകാർ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. ഏതാണ്ട് 1643 ആയപ്പോഴത്തേക്ക് കായംകുളം, പുറക്കാട് എന്നീ രാജാക്കന്മാരുമായിട്ട് ഇവർ വ്യാപാര കരാറുകൾ ഒപ്പുവയ്ക്കുകയും പതിയെ പോർച്ചുഗീസുകാരെ തകർത്തിട്ട് അവരുടെ പ്രദേശങ്ങളിൽ ഡച്ചുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1663 ആയപ്പോഴത്തേക്ക് ഡച്ചുകാർ പൂർണ്ണമായിട്ട് കൊച്ചിയും കണ്ണൂരും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തു. ഇവിടെ കൊച്ചി രാജാവുമായിട്ടൊരു യുദ്ധം തന്നെ നടന്നു. അവിടെ ഉണ്ടായിരുന്ന രാജാവിനെ മാറ്റിയിട്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു രാജകുമാരൻ, ഒരു വീരകേരളവർമ്മയെ അവർ ഈ കൊച്ചിയുടെ രാജാവായിട്ട് മാറ്റുകയും ചെയ്തു. പിന്നീടൊരു 3-4 സന്ധികൾ ഒപ്പുവയ്ക്കുന്നുണ്ട്. കൊച്ചി രാജാവും കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിത്തച്ഛനും ഈ ഡച്ചുകാരുമായിട്ട് പല സന്ധികൾ ഒപ്പുവയ്ക്കുന്നുണ്ട്. അവസാനം ഡച്ചുകാരുടെ കീഴിൽ ഒരു പപ്പറ്റ്, ഒരു പാവയെ പോലെ നമ്മുടെ കൊച്ചി രാജാവ് പെരുമാറാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിലുള്ള കറുവപ്പട്ടയുടെയും കുരുമുളകിൻ്റെയൊക്കെ മൊത്തം അവകാശവും ഡച്ചുകാർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് അത് മാറി. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ റിലീജിയസ് പോളിസി ഓഫ് ഡച്ച് വാസ് ലിബറൽ ആൻഡ് ടോളറൻറ്റ് അൺലൈക്ക് ദാറ്റ് ഓഫ് ദ പോർച്ചുഗീസ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ചരിത്രവും എ ശ്രീധരമേനോൻ്റെ പുസ്തകത്തിലുണ്ട്. ഇതിൽ മൂന്നാമത്തതും വളരെ വ്യക്തമായിട്ട് ഇതേപോലെ തന്നെ എ ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാരിൽ നിന്നും വളരെയധികം സഹിഷ്ണുതയുള്ള, മതപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാത്ത ഒരു ഗ്രൂപ്പായിരുന്നു ഈ ഡച്ചുകാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ സ്വീകാര്യത രാജാക്കന്മാർക്കിടയിൽ ഡച്ചുകാർക്ക് കിട്ടുകയും ചെയ്തത്. എന്നാൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഗോവ അല്ല ഇവരുടെ ആസ്ഥാനം. ഗോവ എന്ന് പറയുന്ന ഇവരുടെ ആസ്ഥാനമല്ല. കൂടുതലായിട്ടും നമ്മുടെ ആന്ധ്രയിലുള്ള മസൂലിപ്പട്ടണമായിരുന്നു ഇവരുടെ കേന്ദ്രം. പിന്നീട് അതുപോലെ തന്നെ ശ്രീലങ്കയും കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ ഭരണം നടത്തിയത്. അപ്പോൾ കൊളോണിയൽ ഭരണം എന്ന് പറയുന്ന ഗോവ അത് പോർച്ചുഗീസുകാരുടെ കേന്ദ്രമാണ്. പോർച്ചുഗീസുകാരുടെ ഗോവ ഇവർ ഡച്ചുകാർ പിടിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പൊട്ടത്തെറ്റാണ്. ഇങ്ങനൊരു സാധനമേ നമ്മളെങ്ങും വായിച്ചിട്ടുമില്ല. സോ റൈറ്റ് ആൻസർ 1, 2, 3 ആണ്. നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? സി ആണ്. അപ്പോൾ ഇതും നമ്മുടെ എ ശ്രീധരമേനോൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ നേരിട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങളെല്ലാം. നമുക്ക് ഇനി വേറൊരു ചോദ്യം കൂടെ നോക്കാം. നമുക്ക് 2023 031 ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്. ഫാക്ട്സ് അബൌട്ട് ഇൻ്റഗ്രേഷൻ ഓഫ് കേരള. ഇൻ്റഗ്രേഷൻ ഓഫ് കേരള നോക്കിയോ, കേരള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ചാണ് ചോദ്യം. ഐക്യ കേരളം എന്നൊക്കെ നമ്മൾ പറയും. ഐക്യ കേരളം എന്ന് പറയും അല്ലേ? ഐക്യ കേരളം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു പൊതു സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ള ഒരു ആശയമാണ്. അപ്പോൾ ഈ ഒരു ആശയം ആരംഭിച്ചത് 1920-കളിലാണ്. 1920-കളിൽ തന്നെ ഞങ്ങൾക്ക് മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രൊവിൻസ് ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ആശയം പലരും മുന്നോട്ട് വെച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദ പയ്യന്നൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് ഇൻ May 1928 അണ്ടർ ദ presidency of Jawaharlal Nehru passed a resolution constitute Kerala as a separate province. Second statement, the Aikya Kerala Conference held at Thrissur in April 1947 under the presidency of K. Kelappan attended the reigning Maharaja of Kochi, Sri Kerala Varma, and spoke himself in favor of the establishment of a united Kerala state comprising of British Malabar, Kochi and Trivandrum. Third statement, the integration of Travancore and Kochi held on July 1st, 1949. അടുത്തത്, under the States Reorganization Act 1956, the 4 southern taluks of Travancore, Thovala, Agadisharam, Kalkulam and Vilamankood included the Kerala state. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ മലയാളത്തിലേക്കൊന്ന് പോകാം. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. ഓക്കെ, കേരളത്തിൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃശ്ശൂരാണ് ഉദ്ദേശിക്കുന്നത്, ട്രിച്ചൂർ എന്ന് ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന
ഐക്യ കേരള സംസ്ഥാനം എന്നത് നമ്മുടെ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവള, അഗതീശ്വരം, കൽക്കുളം, വിളവാങ്കോട് എന്നിവ കേരള സംസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എഗെയിൻ നമ്മുടെ ഈ സോഴ്സും ശ്രീധരമേനോനാണ്. വളരെ വ്യക്തമായിട്ട് ഈ ചരിത്രം മുഴുവൻ പറയുന്നുണ്ട്. ഇതേ വേർഡ്സ് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത് നമുക്ക് ഏകദേശം ഐഡിയയായി. അപ്പം അധികം താമസിക്കാൻ നമുക്ക് ഈ സാധനമൊക്കെ എടുത്തൊന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എക്സാമൊക്കെ അടുത്ത് വരികയാണല്ലോ. മാത്രമല്ല ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ പയ്യന്നൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് 1928 മെയ്യിലായിരുന്നു. അവിടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അവിടെ പലതരത്തിലുള്ള റെസൊല്യൂഷൻസ് പാസ്സാക്കി. റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പ്രമേയങ്ങളാണ്. ഈ പ്രമേയത്തിൽ ഒരു പ്രമേയം എന്ന് പറയുന്നത് മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു പൊതു സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ്. അന്ന് മലയാളം സംസാരിക്കുന്ന മനുഷ്യർ 4 പ്രദേശങ്ങളായിട്ട് ചിതറിക്കിടക്കുകയാണ്. തിരുവിതാംകൂറിലുണ്ട്, കൊച്ചി രാജ്യത്തുണ്ട്, മലബാർ എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷുകാരുടെ മലബാർ ഡിസ്ട്രിക്റ്റിലുണ്ട്, ഇന്നത്തെ കോഴിക്കോട്, മലപ്പുറം, വയനാട് പ്രദേശങ്ങൾ അടങ്ങുന്നത്. അതിന് മുകളിൽ കാസർഗോഡ് എന്ന് പറയുന്ന ചെറിയൊരു താലൂക്ക് പ്രദേശമുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ കർണാടക ആ ഒരു റീജിയനിലാണ്, സൗത്ത് കന്നഡ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ്. ഈ 4 പ്രദേശങ്ങളും ഒന്നിച്ചു ചേർത്ത് ഒരൊറ്റ സംസ്ഥാനമായിട്ട് രൂപീകരിക്കണം എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് വരുന്ന ഒരു കോൺഫറൻസാണ് പയ്യന്നൂർ കോൺഫറൻസ് 1928. ഇനി ഐക്യ കേരള കോൺഫറൻസ്, ഇതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി 1940കളിൽ വീണ്ടും മൂവ്മെൻറ്റ് ശക്തമായി. കാരണം ഇന്ത്യ സ്വതന്ത്രമായല്ലോ. അപ്പം കേരള സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ഒരു വലിയ ശക്തമായ ആവശ്യം വന്നു. ഇതിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച വ്യക്തിയാണ് ശ്രീ കേരളവർമ്മ, കൊച്ചിയിലെ ശ്രീ കേരളവർമ്മ. പിന്നീട് അദ്ദേഹത്തെ ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ശ്രമിച്ച ഒരു രാജാവ്. തിരുവിതാംകൂർ അതിന് അത്ര ഫേവറായിട്ടൊന്നുമല്ല നിന്നത്. പക്ഷേ കൊച്ചിയിലെ രാജാവ് തൻ്റെ അധികാരമെല്ലാം മാറ്റിവെക്കാം, കേരള സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞ ഒരു രാജാവാണ്. ഇതിനു വേണ്ടി 1947 ഏപ്രിലിൽ തൃശ്ശൂർ ഒരു കോൺഫറൻസ് നടന്നു, ഐക്യ കേരള കോൺഫറൻസ് ആണ് നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. അവിടെ ശ്രീ കേരളവർമ്മ പങ്കെടുക്കുകയും കേരള സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ളതിന് ശക്തമായിട്ടുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതും ശരിയാണ്. നമ്മൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ഇൻ്റഗ്രേഷൻ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ഹെൽഡ് ഓൺ ജൂലൈ 1, 1949. 1949 നമ്മുടെ തിരുവിതാംകൂർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കേരള സംസ്ഥാനം ഒന്നും രൂപീകരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു CP രാമസ്വാമി അയ്യർ അങ്ങനെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ, അതിന് മുമ്പ് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന മാറ്റി അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പുന്നപ്ര വയലാർ സമരമൊക്കെ ഉണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടെ ഇടപെട്ട് ഈ CP രാമസ്വാമി അയ്യർ പോയതിന് ശേഷം രാജാവുമായിട്ട് ചർച്ച ചെയ്ത്, ചിത്രതിരുനാൾ മഹാരാജാവുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തിരുവിതാംകൂറിലെ രാജാവ് അയഞ്ഞു. അദ്ദേഹം ഈ നമ്മുടെ കേരളവർമ്മയുമായിട്ട് ചേർന്ന് ഈ കേരള സംസ്ഥാനത്തിലെ ഈ കൊച്ചിയും തിരുവിതാംകൂറും കൂടെ ചേർത്ത് ഒറ്റ സംസ്ഥാനമാക്കി മാറ്റാമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ മലബാർ എന്ന് പറയുന്നത് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായ 1949 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ മലബാർ പ്രദേശം, മലബാർ ഡിസ്ട്രിക്റ്റ് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി. ഓക്കെ, എന്നാൽ കൊച്ചിയും തിരുവിതാംകൂറും കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ രാജ്യമാക്കി അത് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി. 1949 ജൂലൈ 1 തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാകാനുള്ള ശ്രമങ്ങളൊക്കെ അവസാനിപ്പിച്ചു. എന്നിട്ട് ഇത് പിന്നീട് തിരുക്കൊച്ചി സംസ്ഥാനം എന്നറിയപ്പെട്ടു. ട്രാവൻകൂർ കൊച്ചിൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്ന ഒരു സ്ഥാനം അന്ന് രാജപ്രമുഖ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ സ്ഥാനം തിരുവിതാംകൂറിലെ രാജാവിനായിരുന്നു. പിന്നീട് സംസ്ഥാന പുനഃസംഘടനയുടെ സമയത്ത് 1956 ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തെ വീണ്ടും മലബാറുമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മുടെ കേരള സംസ്ഥാനം എന്ന് കാണുന്ന രീതിയിൽ രൂപീകരിച്ചത്. ഇനി നോക്കിക്കോണം, ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിച്ചു, പക്ഷേ പല സ്ഥലങ്ങളും നമ്മൾ തമിഴ്നാടിൽ നിന്ന് നമ്മളിപ്പോൾ ഇന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു സ്ഥലം അന്ന് മദ്രാസ് സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെട്ടത്. ഈ മദ്രാസ് സ്റ്റേറ്റിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ വിട്ടുകൊടുത്ത സ്ഥലങ്ങളാണ് തോള, അഗതീശ്വരം, കൽക്കുളം, വിളവാങ്കോട് തുടങ്ങുന്ന 4 താലൂക്കുകൾ. അത് തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മൾ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ
എന്ത് ചെയ്തു? തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ നിന്നും അത് തമിഴ്നാടിന് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് തമിഴ്നാട് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ കേരളത്തിനോട് കൂട്ടിച്ചേർത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. കേരളത്തിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയല്ല, കേരളത്തിൽ നിന്ന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ റൈറ്റ് ആൻസർ എ ആണ് 1, 2 and 3. ഇനി നമുക്ക് അവസാനത്തെ ഒരു ചോദ്യം കൂടെ നോക്കാം. 2025 072 എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്നിട്ടൊരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു MCQ. Which European power was defeated by Marthandavarma in the Battle of Kolachal? The British, the French, the Dutch, the Portuguese. നമ്മളെല്ലാം പണ്ടുതൊട്ടേ കേട്ടിട്ടുണ്ട്. ഡച്ചാണ് അല്ലേ? ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. ഡച്ച് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഡച്ചാണ് ഉത്തരം. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിക്കുന്ന ആദ്യത്തെ രാജാവാണ് തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായ മാർത്താണ്ഡവർമ്മ. അങ്ങനെ വേണാടിൻ്റെ രാജാവായി പിന്നീട് അദ്ദേഹം അത് തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യമായിട്ട് മാറ്റി. അങ്ങനെ കന്യാകുമാരിയിലെ കൽക്കുളത്തിനടുത്തുള്ള പത്മനാഭപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം ഭരണം നടത്തി. ആ സമയത്ത് ഡച്ചുകാർ ഈ മാർത്താണ്ഡവർമ്മ ഈ ഓരോ പ്രദേശങ്ങളായിട്ട് പിടിച്ചെടുത്ത് വടക്കോട്ട് ഇങ്ങനെ വന്ന് കൊച്ചി രാജ്യം വരെയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ആകപ്പാടെ പാനിക്കായി. കാരണം മാർത്താണ്ഡവർമ്മ ഈ പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടം നടക്കത്തില്ല. കാരണം മാർത്താണ്ഡവർമ്മയുടെ ഉറ്റ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരായിരുന്നു. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ തങ്ങൾക്കൊരു ഭീഷണിയാവും എന്ന് മനസ്സിലാക്കിയ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അവർ കൊച്ചി, അതേപോലെ തന്നെ അമ്പലപ്പുഴ, തെക്കൻകൂർ, വടക്കൻകൂർ, മീനച്ചിൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളെ രാജാക്കന്മാരുമായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി മാർത്താണ്ഡവർമ്മയ്ക്കെതിരായിട്ട് സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു. വടക്കൻ സഖ്യം എന്നൊക്കെയാണ് ഇത് പറയുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കീഴിലുള്ള കൊട്ടാരക്കരയിലുള്ള രാജാക്കന്മാരുടെ കുറച്ച് കാര്യങ്ങളിലൊക്കെ, ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ ഡച്ചുകാർ ഇടപെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് 1741 ആയപ്പോഴത്തേക്ക് കൊളച്ചൽ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം കന്യാകുമാരിക്കടുത്ത് പത്മനാഭപുരം കൊട്ടാരത്തിനടുത്തായിട്ട് നടന്നത്. ഈ യുദ്ധം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു യുദ്ധത്തോടു കൂടി ഡച്ചുകാർ അപ്രസക്തരായിട്ട് മാറി. പിന്നീട് ഇവർ ഇല്ലാതായി പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ തിരുവിതാംകൂറിൻ്റെ പറയുന്നതനുസരിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുന്ന ഒരു ശക്തിയായിട്ട് ഡച്ചുകാർ മാറുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡെൻലോയ് എന്ന് പറയുന്ന ഒരു അഡ്മിറലിനെ കുറിച്ച് നോക്കുന്നത്. ഇവരുടെ ഒരു നേതാവായിരുന്നു, ഡച്ചുകാരുടെ ഒരു ഈ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്തൊരു അഡ്മിറലായിരുന്നു. പിന്നീട് ഇദ്ദേഹം ഈ മാർത്താണ്ഡവർമ്മയുടെ പക്ഷത്ത് കയറുകയും തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായിട്ട് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ എന്താണ്? എസ് ശ്രീധരമേനോൻ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ ദ സർവേ ഓഫ് കേരള ഹിസ്റ്ററി കാര്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ സിലബസിലുള്ള ഭാഗങ്ങൾ പഠിക്കുക. അതോടൊപ്പം 6ാം ക്ലാസ്സിലെ പുസ്തകവും 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകവും ഓരോ ചാപ്റ്റർ വീതം നോക്കുക. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 80% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.